സ്കൂൾ ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ US-നെയും ഇസ്രായേലിനെയും കൂടാതെ ഇറാന്റെ ഗൾഫ് അയൽരാജ്യങ്ങളും പങ്കാളികളായി എന്നതായിരുന്നു മറ്റൊരു വാദം. യുദ്ധസമയത്ത് ഈ രാജ്യങ്ങളെല്ലാം നിഷ്പക്ഷത പാലിച്ചിരുന്നു. അവർ യുദ്ധത്തിൽ പങ്കാളിയാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരും തങ്ങൾക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങി എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ എന്താണ് സത്യം? US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ UAE ആണ് കൂടുതൽ ആക്രമണം നേരിട്ടത്. എന്നാൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെ തിരിഞ്ഞിട്ടില്ല. ഇറാനുമായി ദീർഘകാല വ്യാപാര ബന്ധമുള്ള UAE ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റു വഴികളാണ് തേടിയത്. ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടില്ല. ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ നടത്തുന്നില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. മാത്രമല്ല, സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കാണ് പരിഗണനയെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാത്തതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ട്രംപിന്റെ സ്വന്തം ഫോക്സ് ന്യൂസ് വളരെ വിശദമായ ചർച്ച തന്നെ നടത്തിയിരുന്നു. യുദ്ധം തുടർന്നാൽ ഇറാൻ ഹൊർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും കപ്പൽ ഗതാഗതം നിശ്ചലമാകുന്നതോടെ എണ്ണ വിപണിയെ അത് ബാധിക്കുമെന്നും ലോകം ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും US-ന് ഏശില്ലെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. US വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ ലോജിക്ക് അവിടെയും വർക്കായില്ല. ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 5-1 കടൽ വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 3-1 ഹൊർമൂസിലൂടെയാണ് നടക്കുന്നത്. അതായത് പ്രതിദിനം ഏകദേശം 2 കോടി ബാരൽ എണ്ണ. ഹൊർമൂസിലെ അനിശ്ചിതത്വം ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെ രാജ്യങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക വ്യവസ്ഥ പരസ്പരം ബന്ധിതമായതിനാൽ എണ്ണവിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ അനന്തരഫലം മറ്റു വിപണിയെ പോലെ US-ഉം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ യുദ്ധം നീളുന്നത് മേഖലയിലെ ഭിന്നതകൾ വർദ്ധിക്കാനും ലോകരാജ്യങ്ങൾ ചേരികളാകുന്നതിനും കാരണമാകും. US-നെതിരായ വികാരം വർദ്ധിക്കാൻ വേറെ കാരണം കണ്ടെത്തേണ്ടതില്ല.